ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ ഞാൻ ചോദിച്ചു. പല ആൾക്കാർക്കും എന്താ പറയാ, ആ ഒരു ഡിഗ്രി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു, അല്ലെങ്കിൽ ഇത് ആരോ പറഞ്ഞു കേട്ടു, ഫ്രണ്ട്സോ ഫാമിലിയോ പറഞ്ഞു കേട്ടു നല്ലൊരു ഡിഗ്രിയാണ്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഓക്കെ, സോ ആ ഒരു മെത്തേഡിലേക്കാണ് ഒരുപാട്, ഐ മീൻ ഇതിലെ മെജോറിറ്റി ആൾക്കാർ വന്നെന്നുള്ള കാര്യം എനിക്കറിയാം. ഓക്കെ, ഇതിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് എന്താണ് ഈ പറഞ്ഞ രീതിയിലുള്ള ബോട്ടണി, സുവോളജി കാര്യങ്ങൾ അറിഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇതിൽ കോമൺ ആണ്. മാത്രമല്ല ഇനീഷ്യലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 3 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ടൈം. ഓക്കെ, അപ്പൊ ആ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ നിങ്ങൾക്ക് വേണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പഠിത്തം മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്കില്ല് കാര്യങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എന്റെ ഒരു സജഷൻ ആണ്. സോ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ബാക്ക് ടു മൈ സ്റ്റോറി. സോ ഞാൻ ആക്ച്വലി ബികോം ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബികോം ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ +2 ഈ പറഞ്ഞ രീതിയിൽ കോമേഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ കോമേഴ്സ് എടുത്തതിന് ശേഷം എന്താ പറയാ, നെക്സ്റ്റ് പോകണം, മുന്നോട്ടേക്ക് പോകണം. ഓക്കെ, അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ്, അതായത് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു ഇനി ഏത് പഠിച്ചാലും പെട്ടെന്ന് ജോബ് കിട്ടാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ബികോമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബികോം എടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എന്റെ ഫ്രണ്ട്സും ഫാമിലി കാര്യങ്ങൾ പറഞ്ഞു ബികോം എടുത്താൽ മതി. ഓക്കെ, എന്റെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാർ ബികോം പഠിക്കാൻ പോകുന്നുണ്ട്. സോ നീ ബികോം എടുത്താൽ മതി, ബികോം എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോബ് കിട്ടും, ചെക്കയാണ് വാങ്ങിയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ ശേഷമാണ് ഞാൻ ആക്ച്വലി ബികോം ചൂസ് ചെയ്തത്. ഓക്കെ, ബികോമിൽ അടിപൊളിയായിട്ട് പഠിച്ചു, പാസ്സായി നല്ല മാർക്സും കാര്യങ്ങളും കിട്ടി. ഓക്കെ, സോ ബികോം എടുത്തുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഫിനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന ഫീൽഡ് ഓഫ് വർക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പം എന്റെ നാട് കണ്ണൂരാണ്. കണ്ണൂർ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരുപാട് കമ്പനീസിലേക്ക് ഞാൻ ഇന്റർവ്യൂസിന് പോയിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് പോയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർവ്യൂ നമ്മള് ചില കമ്പനീസ് 2 റൗണ്ട് ഉണ്ടാവും, ചില കമ്പനീസ് ആണെങ്കിൽ 2-3 റൗണ്ട്സ് ഉണ്ടാവും. ഓക്കെ, ഈ റൗണ്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മറികടന്നാൽ മാത്രം നമുക്ക് ജോബ് കിട്ടത്തുള്ളൂ. ശരി, ഓക്കെ, സോ അതിൽ മെയിൻ ആയിട്ടും ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും. അതിപ്പോ നിങ്ങൾ ഏത് കൈൻഡ് ഓഫ് ജോബ്സിന് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു റിട്ടേൺ എക്സാമിനേഷൻ, നിങ്ങളുടെ സബ്ജക്ട് മാറ്റർ എത്രമാത്രം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു റിട്ടേൺ എക്സാമിനേഷൻ നിങ്ങൾക്ക് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ അതിനുശേഷം വരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഇന്റർവ്യൂ നമുക്ക് പ്രൈമറി ഇന്റർവ്യൂ. ഓക്കെ, സോ നമ്മൾ പൊതുവെ മലയാളീസ് ആണ്, നമുക്കറിയാം നമ്മൾ വീഴുമ്പോൾ 4 കാലേ വീഴുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ ആണെങ്കിലും നമുക്ക് ഇന്റർവ്യൂ ആണെങ്കിലും പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പെട്ടുപോകുന്ന കാര്യം തേർഡ് ഇന്റർവ്യൂ. ഓക്കെ, ടെക്നിക്കൽ ഇന്റർവ്യൂ. സോ ടെക്നിക്കൽ ഇന്റർവ്യൂ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല്, ആ ഒരു ജോബ് എന്താണ് സ്കില്ല് ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഡിമാൻഡ് നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ജോബ് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾ എല്ലാവരും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് നമുക്ക് ജോലി ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ജോബ് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ അതിന് മാത്രം, അല്ലെങ്കിൽ ആ ജോബ് ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ല് നമ്മളൊന്ന് ഏൺ ചെയ്താൽ മതി. ശരിക്കും ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ റീസൺ നമുക്ക് നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്കറിയാലോ, നമ്മൾ ഒരു 3-4 വർഷം റൊട്ടേറ്റ് ചെയ്ത സിലബസ് തന്നെയാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ, അതിനെ കൊണ്ട് നമ്മളൊരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റോ കാര്യങ്ങളോ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല, ടു ബി ഫ്രാങ്ക്. ഓക്കെ, നമ്മൾ പഠിക്കുന്നതെല്ലാം എന്താ പറയാ, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ശരി, ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം എന്താ, നമ്മൾ ബുക്ക് റിലേറ്റ് ചെയ്തിട്ട്, സിലബസ് റിലേറ്റ് ചെയ്തിട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. ശരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന ജോബ് എന്താണ്, ജോബ് റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. സോ അത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ ജോബ് കിട്ടത്തുള്ളൂ. ശരിക്കും ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വെക്കാം. ഞാൻ ഇതേപോലെ അവിടെ നിന്ന് ഫെയിൽഡ് ആയി വരേണ്ട സിറ്റുവേഷൻ എനിക്ക് ഉണ്ടാകുന്നത്. സോ എനിക്കൊരു വാശിയുണ്ട്, ബിക്കോസ് ഞാൻ ഒരു സ്ഥലത്ത് ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം എനിക്ക് കിട്ടണം. ശരിക്കും ഓക്കെ, അതല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു വാശി. സോ അതിനു വേണ്ടി മാത്രം MBA ജോയിൻ ചെയ്തു. സോ അവിടെ നിന്ന് ഈ പറഞ്ഞ രീതിയിൽ എന്റെ കുറ്റങ്ങളും കുറവുകളും കാര്യങ്ങളൊക്കെ നികത്തിയിട്ടാണ് ആക്ച്വലി ഞാനൊരു നല്ലൊരു ജോബിലേക്ക് കയറുന്നുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ എന്നെ പറ്റി ബുക്കി പറയുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞതല്ല. നിങ്ങളുടെ ഈ ഒരു മൈൻഡ്, ഇപ്പൊ നിങ്ങളുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ BSc എന്ന് പറയുന്ന ഡിഗ്രി എഴുതിയെടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് ഉണ്ടാവും. സോ അതൊന്ന് മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, എനിക്ക് നാളെ ഒരു ജോബാണ് വേണ്ടത്. ഓക്കെ, ആ ജോബിനെ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരും പറഞ്ഞു ഗവൺമെന്റ് ജോബാണ്. സോ ഗവൺമെന്റ് ജോബാണ്, വിദ്യാഭ്യാസം നമുക്ക് പോവാം. പക്ഷെ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ആക്ച്വലി അതിന് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക, നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടി നോക്കുക, നിങ്ങൾ നല്ല രീതിയിൽ സ്കില്ല് ആഡ് ഓൺ ആയിട്ട്, സ്കില്ല് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇപ്പൊ ഞാനും അതിന് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സെൻട്രലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ആ രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിലേക്ക്.
ഓക്കെ. പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ ഇന്ന് ഞാനും എന്റെ ടീം ഇവിടെ നിൽക്കുന്നത് കാർഡിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മാത്രമല്ല, നിങ്ങളെ ഇഫ് ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓക്കെ, നിങ്ങളെ നല്ലൊരു കരിയറിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. മെഡിക്കൽ കോഡിംഗ് എന്നാണ് ആക്ച്വലി പറയാം. മെഡിക്കൽ കോഡിംഗ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ കോഡിംഗ് എനിവൺ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. ഓക്കെ, ചെയ്യുന്ന ആൾക്കാരുണ്ട്, കേട്ട ആൾക്കാരുണ്ട് അല്ലെ. ഓക്കെ, ഫൈൻ. സോ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഓക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ള ഒരു ഫീൽഡാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും. ഓക്കെ. മെഡിക്കൽ കോഡ് ആ ഒരു വേർഡിൽ തന്നെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തു. മെഡിക്കൽ പ്ലസ് IT, അതായത് മെഡിക്കലും IT-യും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന കാര്യം. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ഡിമാൻഡ് വേറൊരു സംഭവത്തിനില്ല. ബിക്കോസ് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടില് എന്താ പറയാ, എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്. കൊറോണ, കോവിഡ് കാര്യങ്ങൾ ഡെയിലി അതിന്റെ ഓരോ വേരിയന്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വണ്ടി ഇറങ്ങുന്ന പോലെ അല്ലെങ്കിൽ മൊബൈൽ ഇറങ്ങുന്ന പോലെ ഓരോ അതിന്റെ വേരിയൻസ് കാര്യങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഓക്കെ. സോ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രി അത്രമാത്രം ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ. ഓക്കെ. അപ്പം ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഈ സെയിം വേ തന്നെ ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പല ആൾക്കാരും മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പിന്നെ എന്താ പറയാ, എബ്രോഡൊക്കെ പോയിട്ട് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒബ്വിയസ് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ആണ് മെഡിക്കൽ കോഡിംഗിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ എന്താണ് ആക്ച്വലി മെഡിക്കൽ കോഡിംഗ് കാര്യങ്ങൾ, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ മെന്റർ അവൈലബിൾ ആയിട്ടുണ്ട്. സോ മെന്ററിനെ അതിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ ചോദിക്കുക, മനസ്സിലാക്കുക. എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്, മെഡിക്കൽ കോഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താ, അതെല്ലാം സാറിനോട് ചോദിച്ച് മനസ്സിലാക്കണേ. ഹായ്, മൈസെൽഫ് ഗ്ലാക്സൺ. ഞാൻ ഇവിടെ കാർഡിയയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഇനീഷ്യലി അവോധ ഒമേഗ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ മൾട്ടിപ്പിൾ കമ്പനീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആസ് എ മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ മെഡിക്കൽ കോഡിങ്ങിന്റെ ഇപ്പോഴത്തെ കറന്റ് എന്താണ് മെഡിക്കൽ കോഡിങ്, ഇതിൽ ആർക്കെങ്കിലും മെഡിക്കൽ കോഡിങ് എന്താണെന്ന് അറിയാമോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? സാർ, ഓക്കെ, പറഞ്ഞോളൂ. സാർ, ഞാൻ മെഡിക്കൽ കോഡിങ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറിൽ നടക്കുന്ന എന്തൊരു കാര്യവും, ഈവൻ ഡിസീസസ്, പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ ടെർമിനോളജി, ഇതിനെയൊക്കെ ഒരു ഷോർട്ട് കോഡിലോട്ട് മാറ്റുന്ന ഒരു സംഭവമാണ്. എവിടെയായിരുന്നു പഠിക്കുന്നത്? സാർ, അവോധ. ഓക്കെ, ഞാൻ അവിടെ ഇനീഷ്യലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മെഡിക്കൽ കോഡിംഗ് ഫീൽഡിൽ തന്നെ. സോ എനിക്കറിയാം. സോ ഞങ്ങളിപ്പോ ഇരിക്കുന്നത് എന്താ പറയാ, ഇവിടെ കാർഡിയോ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇനീഷ്യലി നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഇനീഷ്യലി നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു, എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ? ആരെങ്കിലും ഒരാൾ പറയാമോ എന്താണ് നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ? ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്ത് പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പനിയോ ഇല്ലെങ്കിൽ വല്ല കയ്യോ കാലോ പൊട്ടിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നു, എന്തായിരിക്കും നമ്മൾ നോർമൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ? എനിവൺ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അല്ല എന്നെ കേൾക്കാത്തതാണോ? ആരെങ്കിലും ഒരാളെ റെസ്പോണ്ട് ചെയ്താൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് പോവാം. നമ്മളിപ്പോ ഇവിടെ എന്തെങ്കിലും ഒരു ഡിസീസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്, എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ? അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്.
നോർമലി ഡോക്ടറിനെ അത് തന്നെയാണ് പറയാം. നമ്മളിപ്പോ ഡോക്ടറെ കാണണമെങ്കിൽ ചില പ്രൊസീജിയർ ഉണ്ടല്ലോ. ആരും ഇതുവരെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാത്ത ആൾക്കാരൊന്നും അല്ല. എല്ലാ ആൾക്കാർക്കും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ OP പോയി ടിക്കറ്റ് എടുക്കും, എന്നിട്ട് ഡോക്ടറിനെ കാണും. ഇപ്പൊ നമ്മുടെ OP ടിക്കറ്റ് എടുക്കാൻ നമ്മൾ എന്തായാലും ഒരു എത്രയാണ് ടോക്കൺ റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അത് നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. ടോക്കൺ റേറ്റ് കൊടുക്കണം. അതെ, നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സർവീസ് അവൈൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പെർട്ടിക്കുലർ ആയ ഡോക്ടറെ സർവീസ് കിട്ടാനുള്ള വല്ല ചാൻസും ഉണ്ടോ? അങ്ങനെയല്ല നമ്മുടെ ഇവിടെ. സോ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ഇനീഷ്യൽ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ടോക്കൺ എടുക്കുന്നു. ടോക്കൺ എടുക്കുന്നതിന് എത്രയാണ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺ റേറ്റ് നമ്മൾ കൊടുക്കുന്നു. അതായത് ഡോക്ടറെ നമ്മൾ എന്താണ് കൺസൾട്ട് ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടർ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ് ഡ്രഗ്സ്, മെഡിസിൻസ്, അത് നമ്മൾ എന്താണ് ഇവിടെ ഫാർമസി കൊടുത്തിട്ട് അതിന് എത്രയാണ് എമൗണ്ട് വരുന്നത് അതിന്റെ എമൗണ്ട് അവിടെ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇതാണ് നോർമലായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും സപ്പോസ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ കാശില്ലെങ്കിൽ ഈ പരിപാടികളൊന്നും നടക്കില്ല. ഇപ്പൊ നോർമലായിട്ട് ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന സംഭവം, അതായത് ഈ ഒരു പ്രൊഫഷൻ, ഇതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് AAPC എന്നാണ്, അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ്. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് US-ലാണ്. അപ്പൊ ഇനീഷ്യലായിട്ട് US-ൽ തന്നെയാണ് ഈ മെഡിക്കൽ കോഡിംഗ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. അപ്പൊ ഈ US-ൽ നോർമലായിട്ട് ഒരു പേഷ്യന്റ്, ഒരു സിറ്റിസൺ ഇപ്പൊ ഒരു ഡോക്ടറുടെ സർവീസ് എടുക്കണതിൽ അവിടെ ഡോക്ടറുടെ അതായത് ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് അവിടെ SSN നമ്പർ എന്ന് പറയും, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്നാണ്. ഈ സംഭവം നമ്മൾ ഇനീഷ്യലായിട്ട് അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉള്ളത് കൊണ്ട് മാത്രം തന്നെ നമുക്ക് അവരുടെ എന്താണോ നമ്മുടെ ലൈക്ക് ആധാർ കാർഡ്, എനിക്ക് തോന്നുന്നത് ആധാർ കാർഡൊക്കെ നമുക്ക് എന്താ പറയാ അവിടുന്ന് നമുക്ക് കോപ്പി അടിച്ചിട്ട് കൊണ്ടുവന്ന ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് SSN നമ്പറൊക്കെ ഒരുപാട് കാലമായിട്ട് അവിടെ എന്താ അവര് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. അതായത് അവരുടെ മെയിൻ ഐഡന്റിറ്റി പ്രൂഫ് എന്ന് തന്നെ പറയാം ആ നമ്പറാണ്. സോ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് അവരുടെ എല്ലാ ഡീറ്റെയിൽസും അവർ ഇനീഷ്യലായിട്ട് എന്തൊക്കെ സർവീസസ് ഈ പ്രൊവൈഡർ സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അവർക്ക് ഡിസീസ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണോ, അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ, കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് പറ്റും ആ ഒരു നമ്പർ വെച്ചിട്ട്. സോ ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇനീഷ്യൽ സ്റ്റേജിൽ അവിടെ സബ്മിറ്റ് ചെയ്താൽ ഇവർക്ക് എന്ത് സർവീസ് വേണമെങ്കിലും അവിടെ എടുക്കാവുന്നതാണ്. ഇപ്പോ നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ ആരെങ്കിലും പറയും നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും? അപ്രോക്സിമേറ്റ്ലി ഏകദേശം എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ? ഹലോ, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ തന്നെ. ഇപ്പൊ നിങ്ങൾ കോളേജിൽ പഠിക്കുവാണെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് പോലെ തന്നെ ഹോസ്പിറ്റലിലും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓക്കെ, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോ. ഓക്കെ ഫൈൻ. ഈ ടെക്സ്റ്റ് ചെയ്യുന്നവർക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും, മോർ ദാൻ 20. സോ ഇതുപോലെ തന്നെ മെഡിക്കൽ കോഡിംഗ് ഇതിലും ഒരുപാട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് എമർജൻസി സർവീസ് ഉണ്ട്, ആംബുലേറ്ററി സർവീസ് ഉണ്ട്, ഹോസ്പിറ്റൽ സർവീസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസസും ഉണ്ട്. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഡിംഗും ഉണ്ട്. സപ്പോസ് എമർജൻസി സർവീസസ് ആണെന്ന് വിചാരിക്കാം. അതിലാണെങ്കിൽ 99291 to 99285 ഇൻ ബിറ്റ്വീൻ ആണ് നമുക്ക് കോഡ്സ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഈ മെഡിക്കൽ കോഡിംഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണോ നമ്മുടെ ഡിസീസ്, ഇനീഷ്യലി പറഞ്ഞല്ലോ ജോഷിനെയാണ് തോന്നുന്നു പറഞ്ഞത്, നമ്മുടെ എന്താണോ ഡിസീസ് കാര്യങ്ങള് 5 നമ്പറുള്ള ആൽഫ ന്യൂമറിക് കോഡ്സിലോട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. അത് മോഡിഫയർ ഒക്കെ 2 നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, 2 ഡിജിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതായത് മെയിൻ പ്രൊസീജിയർ കോഡ് കാര്യങ്ങളൊക്കെ 5 നമ്പർ ആയിരിക്കും ഉണ്ടാവും. ഈ 5 നമ്പർ എന്താണോ ഡിസീസ്, എന്താണോ അവർ സർവീസ് അറ്റൻഡ് ചെയ്തത് അതിനെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല കോഡിംഗും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ IT-ലും കാര്യങ്ങളിലും കുറെ കോഡേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊരു ഹെൽത്ത് കെയർ പ്ലസ് IT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് MNC കമ്പനീസ് ഇതിന് മാത്രമേ ഹെൽത്ത് കെയർ എന്നറിയപ്പെടുന്നത്, ഹെൽത്ത് കെയർ കമ്പനീസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഒരുപാട് കമ്പനീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ കമ്പനീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് എന്താ പറയാ
ഒന്ന് ബ്രൗസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടാം. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഹെൽത്ത് കെയർ കമ്പനീസ് ഇപ്പോ നിങ്ങൾ എല്ലാവരും ഏതായിരുന്നു കോളേജ്? എക്സാക്ട് എനിക്ക് കോളേജിന്റെ ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു. സെയിന്റ് ജോസഫ്സ് കോളേജ് ഫോർ വുമൻ സർ. എവിടെയായിരുന്നു? ആലപ്പുഴ. ഓക്കെ, ആലപ്പുഴ. ഇപ്പൊ നിങ്ങളുടെ നിയറസ്റ്റ് പ്ലേസ് എറണാകുളത്തല്ലേ? അപ്പൊ ഈ എറണാകുളത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എത്ര ഹെൽത്ത് കെയർ കമ്പനീസ് ഉണ്ടെന്ന്. അപ്പൊ ഈ എല്ലാ കമ്പനീസും മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊവൈഡർ സൈഡിലുള്ള മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് ഈ പേഷ്യന്റ് അവിടെ നിന്ന് സർവീസ് എടുത്തതിന് ശേഷം ഈ റെക്കോർഡ്സ് കാര്യങ്ങൾ കോഡേഴ്സിന് ഏൽപ്പിക്കും. ഈ കോഡേഴ്സ് ഇത് അതായത് കോഡേഴ്സ് പറയുന്ന ചാർട്ട് എന്നുള്ള രീതിയിലാണ്. ഈ ചാർട്ട് ചെക്ക് ചെയ്തിട്ട് അവരെന്താണോ സർവീസ് ഏറ്റെടുത്തിരിക്കുന്നത്, എന്താണ് സർവീസ് അവിടെ നിന്ന് പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊവൈഡറിന് എടുത്ത്, പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്നത്, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള സർവീസിനെ 5 നമ്പറുള്ള ആൽഫാന്യൂമറിക് കോഡ്സിലോട്ട് ചേഞ്ച് ചെയ്യും. ഇതാണ് എക്സാക്ട് ആയിട്ട് ഒരു മെഡിക്കൽ കോഡറിന്റെ ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പൊ നിങ്ങള് ഭൂരിഭാഗവും മേ ബി അതായത് ബയോളജി റിലേറ്റഡ് കോഴ്സുകളായിരിക്കില്ലേ? അതെ സർ. ഓക്കെ, സുവോളജി, ബോട്ടണി. സോ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഏതൊരു ആൾക്കും ഈസി ആയിട്ട് ഒരു ജോലി കിട്ടുക എന്നുള്ളത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മെഡിക്കൽ കോഡിംഗ്. നോർമലി ഞാൻ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സുവോളജി ആയാലും ബോട്ടണി ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, സോ നോർമലായിട്ട് ആൾക്കാർ പഠിക്കുന്നു. ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവർ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ PSC, മോസ്റ്റ് പ്രോബബ്ലി ആൾക്കാർ പോകുന്നത് ഒന്ന് PSCക്കാണ്. പിന്നെ രണ്ടാമത്തെ വിഭാഗം പോകുന്നത് ടീച്ചിങ്ങിന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കയ്യിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമാണ് PG പ്രിഫർ ചെയ്യാറുള്ളൂ. ഈ PG കഴിഞ്ഞിട്ട് തന്നെ ഒന്നേല് B.Ed പോകുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേറെ എക്സാമിനേഷനോ ഇല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ ഡോക്ടറേറ്റ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും പല രീതിയിലുള്ള ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു കോഴ്സ് കൊണ്ട് നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെ പോവാം ഇതുപോലും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ഈ ഒരു ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ്. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു 18,000 മിനിമം സാലറി പാക്കേജ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു എമൗണ്ട് തന്നെ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ഇതിൽ മേ ബി നിങ്ങളൊരു ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അവർക്ക് തന്നെ അറിയാം ഒരു ഫ്രഷർ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ നല്ലൊരു പാക്കേജാണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ 7,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് പുറമേയുള്ള ഏതെങ്കിലും ഒരു ജോലിക്ക് പോവാണെങ്കിൽ മിനിമം ഒരു 7,000 ഒക്കെയാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. പക്ഷെ മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രീമിയം കോഴ്സാണ്, പ്രീമിയം വാല്യൂ ആണ് അതിനൊരു 18,000 വരെ നമുക്ക് മിനിമം സ്റ്റാർട്ടിങ് സാലറി പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് റിലേറ്റഡ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നു, ഇതിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ തിയററ്റിക്കലായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലുള്ള ഒരു ഡൗട്ട് മോസ്റ്റ് പ്രോബബ്ലി സ്റ്റുഡൻസിന് ഉണ്ടാവും. നമ്മളത് ശരിയല്ലേ, പ്രാക്ടിക്കൽ നോളേജ് വേറെ തിയററ്റിക്കൽ നോളേജ് വേറെ അല്ലേ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ തന്നെ ലാബിലും കാര്യങ്ങളൊക്കെ കയറുന്നതല്ലേ. അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയററ്റിക്കൽ ലെവൽ കഴിഞ്ഞിട്ട് ഏതൊരു കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും മിനിമം 30 to 40 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾക്ക് അവിടുത്തെ എന്താണോ വർക്ക് അതിന്റെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ക്ലയന്റ് ഡിഫേഴ്സ് ചെയ്തിട്ട് ഒരുപാട് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ കമ്പനി സൈഡിൽ നിന്ന് നോക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% തന്നെ പ്ലേസ്മെന്റ് അഷുറൻസ് ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നിങ്ങൾക്ക് തന്നെ അറിയാം, ഡേ ബൈ ഡേ അതായത് ഡിസീസസ് കാര്യങ്ങളും കൂടി വരുന്നല്ലാതെ ഒന്നുപോലും കുറയുന്നില്ല. എല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മളിപ്പോ ഈ കൊറോണ വന്നിട്ട് തന്നെ ഒരുപാട് അല്ലെ, കൊറോണ വന്നു, ഒമിക്രോൺ വന്നു, ഇനി എന്താ ഒരുപാട് ഓരോരോ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇതൊക്കെ വരുന്നതോടുകൂടി അപ്പോ നിങ്ങൾക്കറിയാലോ, നിങ്ങളെല്ലാവരും കൊറോണ വന്നിട്ട് വീട്ടിലിരുന്ന ആൾക്കാരാണ് അല്ലെ. ഇപ്പൊ ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും അത്യാവശ്യം വീട്ടിലുള്ള ആൾക്കാരായാലും ജോലി കാര്യങ്ങളൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന ആൾക്കാരാണ്. ഈ സമയത്ത് മെഡിക്കൽ കോളേജിന്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്
ബൾക്കായിട്ടായിരുന്നു ചാർട്ട്സ് കാര്യങ്ങൾ ഇന്ത്യയിലോട്ട് പോകുന്നത്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഇത് ഔട്ട്സോഴ്സിങ് കമ്പനീസ് US-ലുള്ള പ്രൊവൈഡർ സൈഡിൽ നിന്ന് നമ്മൾ ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യയിൽ പിന്നെയും കുറച്ചുകൂടി, അതായത് US-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അത് കുറച്ചുകൂടി ചീപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പുറത്തുപോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇന്ത്യയിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് 25,000 ആണെങ്കിൽ ചിലപ്പോൾ 1 lakhന് അബോവ് ആയിരിക്കും നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോലിക്ക്. അപ്പൊ ഈ ഇന്ത്യയിലോട്ട് ബൾക്കായിട്ടുള്ള ചാർട്ട്സ് കാര്യങ്ങൾ വന്നിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോഡേഴ്സിന് നോക്കിയിട്ട് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി വരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 10,000 ചാർട്ട്സ് പെർ വീക്ക് ഒക്കെയാണ് കൊടുക്കുന്നത്. പെർ ചാർട്ടായിരുന്നു എമൗണ്ട് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ബൾക്ക് എമൗണ്ട് ചാർട്ട്സ് കാര്യങ്ങളൊക്കെയാണ് ആ കൊറോണ സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നത്. അപ്പൊ ആൾക്കാർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെഡിക്കൽ കോഡിങ്ങിന്റെ ഫീൽഡിൽ തന്നെ ഇവിടെ ഇപ്പോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മെഡിക്കൽ കോഡിങ് പഠിക്കുന്നുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇതല്ലാതെ ഒരുപാട് കമ്പനീസ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ മെഡിക്കൽ കോഡിങ്ങിനുണ്ട്. പക്ഷെ ഇത് മെഡിക്കൽ കോഡിങ് എന്താണ്, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെ കുറിച്ചുള്ള എന്താണ് ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് തന്നെ ഇവർ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോലിയിലോട്ട് വരുന്നില്ല. ആൾക്കാർ ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കുവാണെങ്കിൽ തന്നെ മോസ്റ്റ് പ്രോബബ്ലി ഒരു 60 to 70% ആൾക്കാർക്കും മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് വലിയ സാധ്യതയുള്ള കുറെ എന്താ പറയാ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MNC കമ്പനീസ് തന്നെ, മൾട്ടിനാഷണൽ കമ്പനീസ്, ഒരുപാട് കമ്പനീസ്. അപ്പൊ ഈ കമ്പനീസിൽ മെഡിക്കൽ കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാം. പിന്നെ സപ്പോസ് നിങ്ങൾ മെഡിക്കൽ കോഴ്സ് ആയിട്ട് കയറി കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻ, അതായത് ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോലി, അതായത് ഇത്ര ഒരു 1 year വർക്ക് ചെയ്തു. 1 year വർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിൽ ഒരു നല്ല രീതിയിലാണ് നിങ്ങളുടെ വർക്ക് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടും. പ്രൊമോഷനുള്ള രീതിയിൽ വരുമ്പോൾ QA ആവും, പിന്നെ പ്രോസസ് ലീഡാ, ഇല്ല ടീം മാനേജറോ, പിന്നെ മാനേജർ ലെവലിൽ പോകും. ഇങ്ങനെ ഒരുപാട് രീതിയിൽ പ്രൊമോട്ടഡ് ആയിട്ട് പോകാനുള്ള പറ്റുന്ന രീതിയിലുണ്ട്. പിന്നെ ഇന്ത്യയിലുള്ള കമ്പനീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ക്ലയന്റ് സൈഡിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺഷോർ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് കിട്ടാം. അതായത് US-ൽ പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സം പ്രോജക്ട്, ഇപ്പൊ ഒരു പുതിയ പ്രോജക്ട് വരുവാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ക്ലയന്റ് സൈഡിൽ തന്നെ നിങ്ങളെ ചിലപ്പോൾ ചൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഓൺഷോർ ആയിട്ട് പോയിട്ട് വർക്ക് ചെയ്യും. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സൈഡിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കിംസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. അതല്ലാതെ കേരളത്തിൽ തന്നെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതല്ലാതെ ഹോസ്പിറ്റൽ സൈഡ് ഇപ്പൊ പുറത്ത് നമ്മുടെ അബ്രോഡൊക്കെ ഇവിടെയുള്ള ആരുടെയെങ്കിലും റിലേറ്റീവ്സ് കാര്യങ്ങളോ അബ്രോഡ് ഉണ്ടാവാം, അവരോട് ചോദിച്ചാൽ മതി. അവരൊക്കെ മോസ്റ്റ് പ്രോബ്ലി യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഇൻഷുറൻസ് കാർഡാണ് ഹോസ്പിറ്റലായാലും എവിടെയായാലും പോകുന്ന സമയത്ത്. ഇപ്പൊ ഈ ഹോസ്പിറ്റൽ സൈഡിലെ മെഡിക്കൽ കോഡേഴ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ ക്ലിനിക്ക് ബേസ് ചെയ്തിട്ട് മെഡിക്കൽ കോഡേഴ്സ് ഉണ്ട്. അതായത് ഈ ഡെന്റൽ ക്ലിനിക്ക് അങ്ങനെയുള്ളതിൽ മെഡിക്കൽ കോഡേഴ്സ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇപ്പോ ചില ഇൻഷുറൻസിന് ഹെൽത്ത് കവറേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ഈ ഡെന്റൽ ക്ലിനിക്ക് കവറേജ്, ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ കവറേജ്, പിന്നെ റീനൽ കിഡ്നി ഡിസീസ് കവറേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ടോട്ടൽ കവറേജസും ഉണ്ട്, അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള കവറേജ് ചെയ്യുന്ന ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാ രീതിയിലും വരുന്ന ഒരുപാട് അതായത് കമ്പനീസ് സൈഡിലായാലും ഹോസ്പിറ്റൽ സൈഡിലായാലും പിന്നെ ഇൻഷുറൻസ് ബേസ്ഡ് സൈഡിലും കൂടെ മെഡിക്കൽ കോഡേഴ്സിന് ആവശ്യമുണ്ട്. അത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മൾ പ്രൊവൈഡർ സൈഡിൽ നിന്നാണ് കോഡിങ് ചെയ്തിട്ട് ഇൻഷുറൻസിനാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇൻഷുറൻസ് ഇത് ചെക്ക് ചെയ്തിട്ട് ഈ മെഡിക്കൽ റെക്കോർഡ്സ് പ്ലസ് കോഡിങ് ചെക്ക് ചെയ്തിട്ട് സപ്പോസ് ഇത് കോഡിങ് നിങ്ങൾ ആൾക്കാരെല്ലാം എല്ലാ സമയത്തും ചെയ്യുന്നത് കറക്റ്റ് ആണെന്നില്ല. സപ്പോസ് ഈ കോഡ് കറക്റ്റ് അല്ലെങ്കിൽ അത് അവര് ഡിനൈൽ ആയിട്ട് സബ്മിറ്റ് ചെയ്യും. അത് നിങ്ങൾ അയച്ചിരിക്കുന്ന ക്ലെയിം തെറ്റാണെന്നുള്ള രീതി. അന്നേരത്ത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തു, അതായത് AR ടീം ഉണ്ടാവും ഈ പെർട്ടിക്കുലർ ആയിട്ട് ഹെൽത്ത് കെയറിൽ. അവർ ചെക്ക് ചെയ്തിട്ട് അത് കോഡിങ് കറക്റ്റ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും കോഡിങ്ങിനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടീമുണ്ട്. അതുപോലെ മെഡിക്കൽ അതായത് ഇൻഷുറൻസ് കമ്പനീസിലും ഈ ആവശ്യമുണ്ട്. ഇത്രയും രീതിയിൽ ഒരുപാട് മെഡിക്കൽ കോഡിങ്. പിന്നെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്,
ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPD ലേറ്റസ്റ്റ് വേർഷനും ICD 10 ആണ് നമ്മുടെ ഇതിൽ എന്താണ് സിലബസിൽ വരുന്നത്. APC അപ്രൂവ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. APC ഹെൽപ്പോ കാര്യങ്ങളോ വേണേൽ അതിനുള്ള അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മുടെ സൈഡിൽ നമ്മൾ ചെയ്തു തരുന്നു. സോ ഈസ് ദാറ്റ് എനി അതർ ക്വയറീസ് ഓർ ഡൗട്ട്സ്? ഒരു ഇന്ററാക്ഷൻ സെഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാട്ടോ. ഞാൻ ഇല്ല സാർ, എനിക്ക് പേഴ്സണലി ക്ലിയർ ആണ്. ബാക്കിയുള്ള ആൾക്കാർ ഹാപ്പി സൂര്യ. ഓക്കെ, നെക്സ്റ്റ് എനിബഡി എൽസ്? പറഞ്ഞോളൂ. ഇത് എത്ര നാളത്തെ ആണ്? എന്താണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്? 3 months ആണ്. ടോട്ടൽ ആയിട്ടുള്ള ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 3 months ആണ്. ഇപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോഴ്സുകളുണ്ട്. അതായത് സെന്റേഴ്സിൽ പോയിട്ട് പഠിക്കാം. പിന്നെ ഇപ്പൊ ഈ കൊറോണ സാഹചര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ആവുന്നു, ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നു. ആ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഇപ്പൊ എന്താ പറയാ ഓൺലൈനായിട്ട് 3 ബാച്ച്, അതായത് മോർണിംഗ് ബാച്ച് ഉണ്ട്. സപ്പോസ് നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ മോർണിംഗ് ബാച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതല്ലാതെ ഈവനിങ് ബാച്ച് ഉണ്ട്, നൈറ്റ് ബാച്ചും ഉണ്ട്. അതായത് 3 രീതിയിലാണ് നമ്മൾ ബാച്ച് കാര്യങ്ങളൊക്കെ. സെന്റേഴ്സ് എവിടേക്ക് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ സെന്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാത്തിമ മനസ്സിലായി തോന്നുന്നു. സോ അതർ ക്വയറീസ് ടോട്ടൽ? ഹലോ, വേറെ ആർക്കും? സ്റ്റുഡൻസ് ചോദിക്കുക സാറിനോട്, സാർ ഇത്ര ഫ്രീ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. എന്തേലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും. പഠിക്കാനേ പാടുണ്ടോ, എളുപ്പമാണോ പഠിക്കാൻ, എങ്ങനെയാണ്? ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ. നമ്മുടെ ഹ്യൂമൻ ബോഡിയെ കുറിച്ചൊക്കെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസീസ്, ഇപ്പൊ സപ്പോസ് നമ്മുടെ ഈ ഒരു വിരല്, അതായത് ഈ ചെറിയ വിരല് നമ്മളിപ്പോ എന്തെങ്കിലും പ്രശ്നം പറ്റി കട്ടായി, ചെറിയൊരു മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും, ഈ ഒരു വിരലില് ഇവിടത്തെ ഒരു ഭാഗത്തിന് ഇങ്ങനെ മുറിഞ്ഞതിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡി ഈച്ച് ആൻഡ് എവറിത്തിങ് ഇതിൽ വരുന്നുണ്ട്. പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്കൊരു ഇൻട്രസ്റ്റഡ് ഉള്ള കാര്യം. നിങ്ങൾ ഓൾറെഡി ഈ ഒരു സുവോളജി, ബോട്ടണി, എന്തെങ്കിലും വാട്ടർ വെറൈറ്റീസ് സുവോളജി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി അതിനൊരു പാഷനേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. മോസ്റ്റ് പ്രോബബ്ലി സ്റ്റുഡൻസ് ചിലപ്പോൾ അതൊരു 12th ഒരു മേ ബി ടീച്ചേഴ്സിന്റെ കാരണമായിരിക്കും. 12th ആ ടീച്ചേഴ്സ് പഠിപ്പിച്ചത് ഒരു പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ വന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഗ്രാബ് ചെയ്തെടുക്കാനും എന്താണോ പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രാബ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഇതിന് ഒരു സർട്ടിഫിക്കേഷൻ എക്സാം ഉണ്ട്, അതായത് CPC എന്ന് പറയും, സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ. ഈ എക്സാമിന് നോർമലി അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 ഒക്കെ വരുന്നുണ്ട് അറൗണ്ട്. ഈ എക്സാമിനേഷൻ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ എടുത്തോ പിടിച്ചോ പറഞ്ഞാൽ എഴുതാൻ കാരണം അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. കാരണം നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പക്ഷെ നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ